നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യക്ക് ഇന്ന് 79ാം സ്വാതന്ത്ര്യദിനം. ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ആത്മാഭിമാനത്തിന്റെ ഉത്സവമാണെന്നും കോടിക്കണക്കിന് മനുഷ്യരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് സ്വാതന്ത്ര്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണഘടനാ ശില്പികളെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും മോദി അനുസ്മരിച്ചു. പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂരും പ്രസംഗത്തിൽ സൂചിപ്പിച്ച മോദി സൈനികരെ അഭിനന്ദിച്ചു. ബ്രിട്ടനിലെ ഡാറ്റാ സെന്ററുകളുടെ എണ്ണം ഏകദേശം 5-1 വരെ വർദ്ധിക്കാൻ സാധ്യതയെന്ന് BBC റിപ്പോർട്ട്. ചലച്ചിത്ര സ്ട്രീമിംഗ് മുതൽ ഓൺലൈൻ ബാങ്കിംഗ് വരെ വിവിധ ഡിജിറ്റൽ സേവനങ്ങൾ പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ നിറഞ്ഞ ഭീമൻ ഗോഡൌണുകളാണ് ഈ ഡാറ്റാ സെന്ററുകൾ. നിലവിൽ ബ്രിട്ടനിൽ ഏകദേശം 477 ഡാറ്റാ സെന്ററുകളുണ്ട്. നിർമ്മാണ ഗവേഷണ സ്ഥാപനമായ ബാബ തയ്യാറാക്കിയ പ്ലാനിംഗ് ഡോക്യുമെന്ററിയുടെ വിശകലന പ്രകാരം AI-യുടെ വളർച്ച മൂലം പ്രോസസിംഗ് ശേഷിയിൽ ഉണ്ടാകുന്ന ആവശ്യകത വർദ്ധിച്ചതോടെ അടുത്തിടെ ഏകദേശം 100 പുതിയ ഡാറ്റാ സെന്ററുകൾ കൂടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പുതിയ ഡാറ്റാ സെന്ററുകളിൽ ഭൂരിഭാഗവും അടുത്ത 5 വർഷത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടും. എന്നിരുന്നാലും പുതിയ ഡാറ്റാ സെന്ററുകൾ ഉപയോഗിക്കുന്ന വലിയ അളവിലുള്ള ഊർജ്ജത്തിന്റെയും വെള്ളത്തിന്റെയും കാര്യത്തിൽ ആശങ്കകൾ ഉയരുന്നുണ്ട്. സൗന്ദര്യവർദ്ധക ചികിത്സകൾക്കായി വിദേശയാത്ര നടത്തുന്നതിന്റെ അപകട സാധ്യതകളെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനായി ടിക്ടോക്ക് ഇൻഫ്ലുവൻസർമാരുമായി കൈകോർത്ത് പ്രവർത്തിക്കാനൊരുങ്ങി സർക്കാർ. ചെലവ് കുറഞ്ഞതും കാത്തിരിപ്പ് സമയം കുറവും കാരണം ഹെയർ ഇംപ്ലാന്റുകൾ, ഡെന്റൽ ട്രീറ്റ്മെന്റ് എന്നിവയ്ക്കായി വിദേശ ചികിത്സകൾ തേടുന്ന ബ്രിട്ടീഷുകാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിനാലാണിത്. ഇൻഫ്ലുവൻസർമാർ ആദ്യം UKയിലെ ഒരു ഡോക്ടറുമായി സംസാരിക്കുവാനും യാത്രാ ഇൻഷുറൻസ് എടുക്കുവാനും മറ്റും പ്രേരിപ്പിക്കുകയാവും ചെയ്യുക. അപകട സാധ്യതകളെക്കുറിച്ച് അവബോധം വളർത്തുക, രോഗികളെ സംരക്ഷിക്കുക, നടപടിക്രമങ്ങളിലെ പിഴവുകൾ പരിഹരിക്കുന്നതിന് NHSന് പണം നൽകുന്നത് ഒഴിവാക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യം. ടിക്ടോക്കിൽ യഥാക്രമം 2,40,000, 38,000 ഫോളോവേഴ്സുള്ള ഡോക്ടർ മിഡ് വൈഫ് മാർലി തുടങ്ങിയ ഇൻഫ്ലുവൻസർമാർക്ക് പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ പദ്ധതിയുണ്ട്. ഹഡേഴ്സ്ഫീൽഡിൽ 13 വയസ്സുള്ള പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് 16 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകം, ബലാത്സംഗം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ്. തിങ്കളാഴ്ച രാത്രി 11:30 ഷീഫ്രിഡ്ജ് റോഡിലെ ഒരു ഫ്ളാറ്റിൽ പെൺകുട്ടി പ്രതികരിക്കാത്ത നിലയിൽ കണ്ടെത്തിയ വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചൊവ്വാഴ്ച പുലർച്ചെയോടെ മരണപ്പെട്ടിരുന്നു. ഈ കേസിലാണ് 16-കാരൻ അറസ്റ്റിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ പെൺകുട്ടിയുടെ മരണകാരണം വ്യക്തമല്ലെന്നും കൂടുതൽ അന്വേഷണങ്ങൾ വേണമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. 7ാമത് യുഗ്മ ഫെസ്റ്റിവൽ കേരള പൂരം വള്ളംകളിയുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. August 30 ശനിയാഴ്ച റോദർഹാമിലെ മാൻവേഴ്സ് തടാകത്തിലാണ് വള്ളംകളി മത്സരം നടക്കുന്നത്. വള്ളംകളി മത്സരം കാണുവാനെത്തുന്ന കായിക പ്രേമികൾക്ക് കാഴ്ചയുടെ വിസ്മയമൊരുക്കുവാൻ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന മലയാളത്തിന്റെ തനത് കലാരൂപങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി കലാപരിപാടികളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. കലാപരിപാടികളിൽ ഏറെ ആകർഷണീയമായ തിരുവാതിര ഫ്യൂഷൻ ഫ്ലെയിംസിൽ UKയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന 100 കണക്കിന് മലയാളി വനിതകളാണ് പങ്കെടുക്കുന്നത്. ഫ്യൂഷൻ ഫ്ലെയിംസിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ യുഗ്മ ദേശീയ വൈസ് പ്രസിഡന്റ് സ്മിത തോട്ടം, ജോയിന്റ് സെക്രട്ടറി റെയ്മോൾ നിധേരി എന്നിവരെ ബന്ധപ്പെടാവുന്നതാണ്. ഓൾ UK ക്രിക്കറ്റ് ടൂർണമെന്റ് 2025 ചാമ്പ്യന്മാരായി കേരള ടീമായ റോയൽ ഡവൻ ക്രിക്കറ്റ് ക്ലബ്. ഗ്രാൻഡ് ഫൈനലിൽ ഫോക്സ് 11Bയാണ് RDCC പരാജയപ്പെടുത്തിയത്. കരുത്തരായ മാഡ്മാക്സ് CCയെ തോൽപ്പിച്ച് ഫൈനലിലെത്തിയ ഫോക്സ് 11B RDCCക്ക് മേൽ കനത്ത വെല്ലുവിളിയാണ് ഉയർത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത RDCC 8 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 92 റൺസ് നേടി. പ്രൈസൺ ഹാരി, ഹാഷ് ഡ്യൂബ്, ആരിൻ ലക്ര എന്നിവരുടെ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് RDCCക്ക് മികച്ച സ്കോർ നേടിക്കൊടുത്തത്. മറുപടി ബാറ്റിംഗിൽ ഫോക്സ് 11Bക്ക് 8 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 83 റൺസ് എടുക്കുവാനേ സാധിച്ചുള്ളൂ. ഷാഹിദ്, ഫെലിക്സ്, ആര്യൻ, ജാക്സൺ, ഹാഷ് ഡ്യൂബ് എന്നിവരാണ് RDCCക്ക് വേണ്ടി വിക്കറ്റുകൾ നേടിയത്. ലണ്ടൻ വാരിയേഴ്സ്, ഫോക്സ് 11A, ഫോക്സ് 11B, കശ്മീർ CC, മാഡ്മാക്സ് CC, ഫോർട്ട് CC, ഫാൽക്കൺ, X1 CC, RDCC എന്നീ 8 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. ഈ മെഗാ ഇവന്റ് UKയിലെ കേരള ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഒരു വലിയ അധ്യായമായി മാറി. UKയിൽ താമസിക്കുന്ന കോട്ടയം ജില്ലയിലെ അയൂർകുന്നം മറ്റക്കര സ്വദേശികളായ കുടുംബങ്ങളുടെ കൂട്ടായ്മയായ അയൂർകുന്നം മറ്റക്കര സംഗമം നടന്നു. ബർമിംഗ്ഹാമിൽ നടന്ന 8ാമത് സംഗമത്തിൽ അടുത്ത 2 വർഷത്തേക്കുള്ള സാരഥികളെ തെരഞ്ഞെടുത്തു. 13 അംഗ കമ്മിറ്റിയെയാണ് സംഗമത്തിൽ ഐക്യകണ്ഠ്യേന തെരഞ്ഞെടുത്തത്.
ആദ്യ സംഗമത്തിന്റെ ജനറൽ കൺവീനറായിരുന്ന CA ജോസഫ് പ്രസിഡന്റ്, ബെൻസിലാൽ ചെറിയാൻ സെക്രട്ടറി, തോമസ് ഫിലിപ്സ് ട്രഷറർ, ചിത്ര എബ്രഹാം വൈസ് പ്രസിഡന്റ്, ജിഷ GB ജോയിന്റ് സെക്രട്ടറി എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. കൂടാതെ 6 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും പ്രോഗ്രാം കോർഡിനേറ്റർമാരെയും തെരഞ്ഞെടുത്തു. മുൻ പ്രസിഡന്റ് മേഴ്സി ബിജുവിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തത്. പുതിയ കമ്മിറ്റിയുടെ കാലയളവിൽ നടക്കുന്ന അടുത്ത വർഷത്തെ 9ാമത് സംഗമവും 2027 നടക്കുന്ന അയൂർകുന്നം മറ്റക്കര സംഗമത്തിന്റെ 10ാം വാർഷികവും വൈവിധ്യമാർന്ന പരിപാടികളോടെ വർണ്ണാഭമായി നടത്തുവാൻ സംഗമത്തിൽ തീരുമാനിച്ചു. സാമൂഹികവും സാമുദായികവുമായ എല്ലാ വേർതിരിവുകളെയും അതിജീവിച്ച് ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി ദേശീയ പ്രസ്ഥാനത്തിൽ അണിനിരുന്നതിന്റെ ഫലമാണ് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രാദേശികവും ഭാഷാപരവും സാമുദായികപരവുമായ വൈവിധ്യങ്ങളുടെ കലവറയാണ് ഈ രാജ്യമെന്ന് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. നടൻ ബിജുകുട്ടന് വാഹനാപകടത്തിൽ പരിക്ക്. പാലക്കാട് കണ്ണാടി വടക്കുമുറിയിൽ വെച്ചാണ് അപകടമുണ്ടായത്. ഇന്ന് പുലർച്ചെ 6 മണിയോടെയായിരുന്നു സംഭവം. ബിജുകുട്ടൻ സഞ്ചരിച്ചിരുന്ന കാർ ദേശീയപാതയ്ക്കരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ബിജുകുട്ടനും ഡ്രൈവർക്കും നേരിയ പരിക്കുകൾ ഉണ്ട്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.